ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ പേരിൽ വൻ അഴിമതി. റോഡ് വക്കിൽ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് അഴിമതി ആരോപണം ഉയരുന്നത്. വേണ്ടത്ര ആഴത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കാതെയും ട്രഞ്ച് വെട്ടിയ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിലും കരാറുകാരൻ മാനദണ്ഡങ്ങൾ പാലിക്കാത്തപ്പോഴും ജലസേചന വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നടപ്പിൽ ജില്ലയിലാകമാനം വ്യാപകമായ ക്രമക്കേടുകളാണ് ഉയരുന്നത്. പൈപ്പ് സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജലവിഭവ വകുപ്പിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും എത്താറില്ല. റോഡിൽ വേണ്ടത്ര ആഴത്തിൽ ട്രെഞ്ച് സ്ഥാപിക്കാറില്ലെന്നാണ് മറ്റൊരു വിഷയം. 1 മീറ്റർ ആഴത്തിൽ പ്രധാന പൈപ്പുകൾ ഇടണമെന്നും റോഡ് മുറിച്ച് സ്ഥാപിക്കുന്ന വിതരണ പൈപ്പുകൾ 2 അടി ആഴത്തിൽ സ്ഥാപിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. റോഡ് പൊളിച്ച ഭാഗങ്ങൾ 15 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വാകച്ചോട് മേഖലയിൽ നടക്കുന്ന പണികളിൽ വ്യാപക ക്രമക്കേട് ഉന്നയിച്ച് നാട്ടുകാർ രംഗത്ത് വന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ കഞ്ഞിക്കുഴിയിൽ നിന്നും അമ്പലക്കോലയ്ക്കുള്ള റോഡ് വാട്ടർ അതോറിറ്റിയുടെ വെള്ളത്തിന് വേണ്ടി കണക്ഷൻ കൊടുക്കുന്ന കുറച്ച് പൈപ്പുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ വീടുകളിലേക്കും റോഡ് മുറിച്ച് കടത്തി പൈപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ചുമ്മാ മണ്ണിൻ്റെ മുകളിൽ കൂടെ കോൺക്രീറ്റ് എന്ന് പറയാനില്ല, ഇതുപോലെയുള്ള ഈ പാറപ്പൊടി കൊണ്ടുവന്നിട്ട് ആണ് ചെയ്യുന്നത്. അത് 1 സെൻറ്റിമീറ്റർ കനം പോലുമില്ല. കാരണം ഒരു 100 വീട്ടിലേക്ക് മുറിച്ച് കടത്തി കഴിയുമ്പം മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ റോഡ് കുളമായി പോകും. അതുപോലെ തന്നെ സൈഡ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ കനം വേണം. 15 സെൻറ്റിമീറ്റർ കനം വേണ്ടിടത്ത് 5 സെൻറ്റിമീറ്റർ പോലും ഇല്ല. പ്രധാന പൈപ്പുകൾ ഇടുന്നത് പലയിടത്തും 1.5 അടി മാത്രം ആഴത്തിലാണെന്നും റോഡ് മുറിച്ചിടുന്ന വിതരണ പൈപ്പുകൾ 20 സെന്റിമീറ്റർ പോലും താഴ്ത്തിയിടാത്തത് മൂലം പൈപ്പുകൾ എളുപ്പത്തിൽ തകരാറാവാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. 5 സെന്റിമീറ്റർ മാത്രം കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് കരാറുകാരൻ സ്വന്തം ലാഭം മാത്രം കണ്ട് പ്രവർത്തിക്കുമ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയാണെന്നുമുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.